നമസ്കാരം, വെൽക്കം ടു ഡിജിറ്റൽ പ്ലാനറ്റ്. ഇന്ന് നമുക്ക് നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് അഥവാ നഫിഡിൽ അനലിസ്റ്റ് ഗ്രേഡ് ഓഫീസർ തസ്തികയിൽ വരുന്ന പുതിയ നിയമനത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. അപ്പൊ നഫിഡ് ഇന്ത്യയുടെ പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് സ്ഥാപനമാണ്. ഇപ്പോൾ അതിൽ അനലിസ്റ്റ് ഗ്രേഡ് ഓഫീസർ തസ്തികയിൽ സ്ഥിര നിയമനം നടത്തുകയാണ്. അപ്പൊ അപേക്ഷകർ ഓൺലൈൻ വഴി മാത്രമാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി മെയ് 19 ഓൺലൈൻ പരീക്ഷ മെയ് ജൂൺ മാസങ്ങളിൽ നടക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മൊത്തം 66 ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് സ്ട്രീം അനുസരിച്ച് ഒഴിവുകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. ലെൻഡിങ് ഓപ്പറേഷൻസ് 31, ഹ്യൂമൻ റിസോഴ്സ് 2, അക്കൗണ്ട്സ് 3, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രഷറി 1, ലീഗൽ 2, IT ആൻഡ് ഓപ്പറേഷൻസ് 7, അഡ്മിനിസ്ട്രേഷൻ 1, റിസ്ക് മാനേജ്മെന്റ് 9, കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആൻഡ് പാർട്ണർഷിപ്പ് 7, കോംപ്ലയൻസ് 2, ഇന്റേണൽ ഓഡിറ്റ് 1. ഇനി നമുക്ക് കാറ്റഗറി അനുസരിച്ചുള്ള ഒഴിവുകളുടെ എണ്ണം നോക്കാം. SC 7 ഒഴിവുകളുണ്ട്, അതേപോലെ ST 3, OBC 22 ഒഴിവുകൾ, EWS 6, ജനറൽ 28 ഒഴിവുകളുണ്ട്. അപ്പോൾ OBC വിഭാഗത്തിലുള്ളവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ SC/STക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWSന് അവരുടെ ആ സർട്ടിഫിക്കറ്റും വേണം. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഫോർമാറ്റിലായിരിക്കണം അയക്കേണ്ടത്. അപ്പോൾ അപേക്ഷിക്കാൻ നഫിഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ nafid.org/careers വഴി അപേക്ഷിക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷന് മുമ്പ് നമ്മുടെ യോഗ്യത നമ്മൾ ഉറപ്പാക്കുക. പിന്നെ അതേപോലെ ബയോഡേറ്റ, ഐഡന്റിറ്റി പ്രൂഫ്, നമ്മുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മുതലായവ അപ്ലോഡ് ചെയ്യണം. എല്ലാ അപ്ഡേറ്റുകളും ബാങ്കിന്റെ വെബ്സൈറ്റിൽ മാത്രമാണ് ലഭിക്കുക. അതേപോലെ പരീക്ഷാ കേന്ദ്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ പരീക്ഷ നടക്കുന്നത് ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ഡൽഹി, മുംബൈ, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും. അതേപോലെ ഇന്റർവ്യൂ മുംബൈയിലായിരിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാൻഡിഡേറ്റും ഒരു പോസ്റ്റിനായിട്ട് മാത്രം അപേക്ഷിക്കുക. അതേപോലെ ഇന്റർവ്യൂവിനായിട്ട് വരുന്നവർക്കുള്ള യാത്രാ ചെലവുകൾ മാക്സിമം സെക്കൻഡ് AC വരെ ഉള്ളത് റീഇംബേഴ്സ് ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിയമനം ലഭിക്കുന്നവർക്ക് ഒറിജിനൽ ഡോക്യുമെന്റുകളുടെ വെരിഫിക്കേഷൻ ഉണ്ടാവും. അതുപോലെ കോൾ ലെറ്റർ, ഇൻഫോർമേഷൻ ഹാൻഡ് ഔട്ട് മുതലായവ ബാങ്കിന്റെ വെബ്സൈറ്റിൽ മാത്രമാണ് ലഭിക്കുക. അതേപോലെ നമ്മൾ ഹാർഡ് കോപ്പി അയക്കേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 2025 മാർച്ച് 31 അനുസരിച്ച് കുറഞ്ഞത് 21 വയസ്സും കൂടിയത് 32 വയസ്സുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ SC, ST വിഭാഗങ്ങൾക്ക് 5 വർഷം ഇളവുണ്ട്. OBC നോൺ ക്രിമിനൽ വിഭാഗത്തിന് 3 വർഷം ഇളവ്. PWBD വിഭാഗം SC/ST ആണെങ്കിൽ 15 വർഷം, OBC PWBD 13 വർഷം, ജനറൽ EWS PWBD 10 വർഷം ഇളവ്. എക്സ് സർവീസ്മെൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള പ്രായളവ് ലഭിക്കും. നെക്സ്റ്റ്, ഓരോ സ്ട്രീമിനും വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയാണ് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്ട്രീം ലെൻഡിങ് ഓപ്പറേഷൻസ്, പ്രോജക്ട് ഫിനാൻസ്, അപ്രൈസൽ, ഡിസ്ബേഴ്സ്മെന്റ്, മോണിറ്ററിംഗ്, അതിന് വേണ്ട യോഗ്യത. ഫിനാൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് രംഗത്തുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ ICWA, CFA, CMA അല്ലെങ്കിൽ CA. ദെൻ അടുത്ത നെക്സ്റ്റ് സ്ട്രീം ഹ്യൂമൻ റിസോഴ്സ് പറഞ്ഞിട്ടുണ്ട്. HR, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, പേഴ്സണൽ മാനേജ്മെന്റ് ഫീൽഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ട്രഷറിക്ക് വേണ്ട യോഗ്യത ഫിനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഫോറക്സ് ഫീൽഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ ICWA, CA, CFA ഏതെങ്കിലും ഒന്ന്. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT, ഡാറ്റ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികോം ഫീൽഡുകളിൽ BTech, BE, MTech അല്ലെങ്കിൽ MCA ഏതെങ്കിലും ഒന്ന്. നെക്സ്റ്റ് സ്ട്രീം അഡ്മിനിസ്ട്രേഷൻ, ഏതൊരു വിഷയത്തിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ. ദെൻ അക്കൗണ്ട്സ് ആണെങ്കിൽ പിന്നെ യോഗ്യത വേണ്ടത് ഫിനാൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഫീൽഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ ICWA, CA, CMA. ദെൻ റിസ്ക് മാനേജ്മെന്റ്, ഫിനാൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എക്കണോമിക്സ് ഫീൽഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ ICWA, CFA, CA ഏതെങ്കിലും ഒന്ന്. നെക്സ്റ്റ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി, പാർട്ണർഷിപ്പ് ആൻഡ് എക്കോസിസ്റ്റം ഡെവലപ്മെന്റ്, അതിനുവേണ്ട യോഗ്യത എക്കണോമിക്സ് അല്ലെങ്കിൽ ഫിനാൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സസ്റ്റൈനബിലിറ്റി, സ്ട്രാറ്റജി മാനേജ്മെന്റ് ഫീൽഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. നെക്സ്റ്റ് സ്ട്രീം ലീഗൽ, മാസ്റ്റേഴ്സ് ഇൻ ലോ. നെക്സ്റ്റ് ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് കംപ്ലയൻസ്, ഫിനാൻസ് ഫീൽഡിൽ MBA അല്ലെങ്കിൽ CA, ICWA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫിനാൻസ്. അപ്പോൾ എല്ലാ പോസ്റ്റിനും അനലിസ്റ്റ് ഗ്രേഡിൽ
കുറഞ്ഞത് 1 വർഷത്തെ ജോലി പരിചയം ഉണ്ടായാൽ അധികമായിട്ടുള്ള നമുക്ക് മുൻഗണന ലഭിക്കും. അപ്പോൾ ഫിനാൻസ്, HR, IT, അക്കൗണ്ട്സ്, റിസ്ക്, കോർപ്പറേറ്റ് സ്ട്രാറ്റജി, അതേപോലെ ഇന്റേണൽ ഓഡിറ്റ് തുടങ്ങിയ മേഖലകളിൽ സ്പെഷ്യലൈസേഷനുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ യോഗ്യതയാണ് ആവശ്യമായത്. അപ്പോൾ ചില സ്ഥാനങ്ങൾക്ക് ICWA, CA, CFA പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. റിക്രൂട്ട്മെന്റിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷനാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കാൻഡിഡേറ്റ്സിന് മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതേപോലെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എല്ലാ MBA, PGD, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികളും ഡിപ്ലോമകളും 2 വർഷം ദൈർഘ്യമുള്ള സ്ഥിരമായ ഫുൾ ടൈം കോഴ്സുകളായിരിക്കണം. MCA കോഴ്സ് 3 വർഷം ഫുൾ ടൈമോ അല്ലെങ്കിൽ 2020-21 കാലഘട്ടത്തിന് ശേഷം ചേർന്നവർക്കായി 2 വർഷം ഫുൾ ടൈമോ ഉള്ള കോഴ്സ് ആയിരിക്കണം. അതേപോലെ കോഴ്സ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ആകണം. പിന്നെ അനലിസ്റ്റ് ഗ്രേഡ് നിയമിതരായ കാൻഡിഡേറ്റ്സിന് പ്രതിവർഷം ഏകദേശം 14.83 ലക്ഷം രൂപ ഫിക്സഡ് കോമ്പൻസേഷൻ ലഭിക്കും. കൂടാതെ 20% വരെ പെർഫോമൻസ് ബോണസും ലഭിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ് അപേക്ഷാ ഫീസാണ്. ജനറൽ, EWS, OBC വിഭാഗങ്ങൾക്ക് 800 രൂപയും SC, ST, PWBD വിഭാഗക്കാർക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസായി നൽകേണ്ടത്. അതേപോലെ ഫീസ് ഒരിക്കൽ അടച്ചാൽ പിന്നെ റീഫണ്ട് ലഭിക്കില്ല. ഓൺലൈൻ പരീക്ഷയും അതിനുശേഷമുള്ള ഇന്റർവ്യൂവും കൂടി ചേർന്നതാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സെക്ഷൻ A ഒബ്ജക്റ്റീവ് ടൈപ്പ്, റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 15 ചോദ്യങ്ങൾ 15 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 10 ചോദ്യങ്ങൾ 10 മാർക്ക്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 15 ചോദ്യങ്ങൾ 15 മാർക്ക്. അങ്ങനെ മൊത്തം സെക്ഷൻ A 40 ചോദ്യങ്ങളും 40 മാർക്കുമാണ്, 30 മിനിറ്റ്. നെക്സ്റ്റ് സെക്ഷൻ B ഒബ്ജക്റ്റീവ് ടൈപ്പ്, പ്രൊഫഷണൽ നോളജ് 40 ചോദ്യങ്ങൾ 60 മാർക്ക്. അപ്പൊ മൊത്തം സെക്ഷൻ B 40 ചോദ്യങ്ങൾ 60 മാർക്ക്, സമയം 30 മിനിറ്റ്. അങ്ങനെ മൊത്തം 80 ചോദ്യങ്ങൾ 100 മാർക്ക്, 60 മിനിറ്റ് ആണ് സമയം വരുന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും 5 ഓപ്ഷനുകൾ ഉണ്ട്. തെറ്റായ ഉത്തരത്തിന് 1/4 മാർക്ക് കുറയ്ക്കും. അതേപോലെ ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് സെക്ഷൻ A ആൻഡ് സെക്ഷൻ B ജനറൽ, EWS 40%, SC, ST, OBC, PWBD 35%. അപ്പൊ മൊത്തം സെക്ഷൻ A പ്ലസ് സെക്ഷൻ B എന്ന് പറയുന്നത് ജനറൽ, EWSന് 50%, SC, ST, OBC, PWBD 45%മാണ് വേണ്ടത്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ മെയ് 19 മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. അതിനായിട്ട് ഫോട്ടോ, ഒപ്പ്, അതേപോലെ നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ, കൂടാതെ മറ്റു രേഖകൾ, റെസ്യൂം, ID പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, അതേപോലെ നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് ബാധകമാണെങ്കിൽ അത്, അതേപോലെ PWBD സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിൽ അയക്കുക. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് nafid.org/careers എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.